പ്രസിദ്ധ ശ്രീ പ്രമോദ് പുഴങ്കര, മാനുഷികപരമായിട്ടുള്ള ഒരു വിഷയമാണ് ഉന്നയിക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ പറയുന്നതിൽ ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിലെങ്കിലും അതിനൊരു ശ്രദ്ധ കിട്ടിയേനെ. അതിന് പകരം ഭീഷണിയുടെ സ്വരമാണ്. ഒരു സമാധാന ചർച്ചയ്ക്ക് അതിന് നീക്കം നടത്തുന്നതിന് പകരം ആണവായുധം പ്രയോഗിക്കും, രക്തമൊഴുകും വെള്ളത്തിന് പകരം എന്നൊക്കെ പറയുന്ന പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസ്താവനകൾ പാകിസ്ഥാനിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഗണന പോലും കിട്ടാതിരിക്കത്തക്ക തരത്തിലുള്ള അത്രയും പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എങ്ങനെ, എന്ത് മാനുഷികത്വം പാകിസ്ഥാൻ അർഹിക്കുന്നുണ്ടെന്ന് ലോകത്തിന് തോന്നും? പാകിസ്ഥാനിലെ ഭരണകൂടം എന്ന് പറയുന്നത് എങ്ങനെയാണ് ജനാധിപത്യരഹിതമായ ഒരു രാജ്യം, ജനാധിപത്യരഹിതമായ ആഭ്യന്തര ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യം, അതിനുമപ്പുറം വളരെ കൃത്യമായി പറഞ്ഞാൽ പട്ടാളത്തിന്റെ, സൈന്യത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു രാജ്യം എങ്ങനെയാണ് സംഭവവികാസങ്ങളോട് പ്രതികരിക്കുക, എങ്ങനെയാണ് അവരുടെ അധികാരം നിലനിർത്താൻ ശ്രമിക്കുക? ഇതിന്റെ ഉദാഹരണമാണ് പാകിസ്ഥാൻ എത്രയോ കാലമായി ലോക രാഷ്ട്രീയത്തിൽ തന്നെ അന്താരാഷ്ട്ര സംഭവവികാസങ്ങളിൽ പാകിസ്ഥാന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പട്ടാളഭരണം നിലനിർത്തുകയും ജനാധിപത്യത്തിനും ജനങ്ങൾക്കും അതിലൊരു പങ്കുമില്ലാത്തൊരു രാജ്യം എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാനൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ഇവിടെ പറയുന്ന പല രീതിയിലും ആളുകൾ പറയുന്ന പോലെ ഒരു വാർ മോങ്കറിങ്ങിന്റെയോ യുദ്ധക്കുതിയുടെയോ യുദ്ധമുണ്ടാക്കുന്നതിന്റെയോ അല്ലെങ്കിൽ പാകിസ്ഥാനെ ഇസ്രായേൽ ഗസയിൽ ചെയ്ത പോലെയുള്ള ആക്രമണത്തിന്റെയോ ഒന്നും രീതിയിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒന്നല്ല നമ്മളിപ്പോൾ കാണുന്ന ഈ കാശ്മീർ പ്രശ്നം. കാശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിന് പാകിസ്ഥാനെ ആക്രമിച്ചതുകൊണ്ടായില്ല. കാശ്മീർ പ്രശ്നത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാകിസ്ഥാൻ ഭീകരവാദത്തെ എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും ക്രോസ് ബോർഡർ ടെററിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതും പാകിസ്ഥാന്റെ നിലനിൽപ്പിന്റെ വലിയൊരു ഭാഗം തന്നെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലുമാണ് എന്നുള്ളതും അവിതർക്കിതമായ ഒരു കാര്യമാണ്. അതിന് അന്താരാഷ്ട്ര സാഹചര്യങ്ങളിൽ ചരിത്രവുമുണ്ട്. അത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മാത്രം ഒരു കാര്യമായിട്ടല്ല, അത് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെയും അതിന്റെ ഭൗമരാഷ്ട്രീയത്തിന്റെയും ഭാഗമായിട്ട് കൂടി ഉണ്ടായതാണ്. അത് ഈ മേഖലയിൽ ഈ ഇന്ത്യ ഉൾപ്പെടുന്ന ഇന്ത്യയും ചൈനയും അതുപോലെ തന്നെ അവിടേക്ക് അഫ്ഗാനിസ്ഥാനും അതിനപ്പുറത്ത് ഇറാനും ഒക്കെ അടങ്ങുന്ന ഈ മേഖലയിൽ തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു രാജ്യത്തെ യുദ്ധസജ്ജമാക്കിയും തങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി നിലനിർത്തുകയാണത്. സോവിയറ്റ് യൂണിയൻ കാലം മുതൽക്ക് തന്നെ സോവിയറ്റ് യൂണിയനെ എതിർക്കുന്നതിന്റെ അഫ്ഗാനിലെ ഭാഗമായിട്ട് ചൈനയ്ക്ക് ഇന്ത്യക്ക് ഒരു കൗണ്ടർ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് മറ്റ് ഭൗമരാഷ്ട്രീയ ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടൊക്കെ അമേരിക്ക ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അവസാനം അമേരിക്കയുടെ താല്പര്യങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനെ കൊണ്ട് വേണ്ട രീതിയിൽ ഇനി അത്ര ഇല്ല എന്നുള്ളത് കൊണ്ടാണ് പാകിസ്ഥാനോട് സൈനിക സഹായം അടക്കം പല കാര്യങ്ങളിലും അമേരിക്ക പിന്നോട്ട് വരുന്നത്. പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്കൻ സാമ്രാജ്യത്വം പാകിസ്ഥാനെ പ്രോക്സിയാക്കി ഉണ്ടാക്കിയ അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെ തന്നെയും ഭീകരവാദ ക്യാമ്പുകളും ഭീകരവാദവും ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസും ടെറർ ഔട്ട്ഫിറ്റ്സും എല്ലാം ഇപ്പോൾ അത് അത് ഇല്ലാതാകുന്നില്ല. അത് മറ്റൊരു രീതിയിൽ പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ തന്നെ സ്വാധീനിക്കുകയും തകർക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് വളരുകയാണ്. ഒപ്പം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നതും ഇത്തരത്തിലാണ്. ഇതൊരു വശത്ത് നിലനിൽക്കുകയാണ്. ഇതൊരു വശത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ കാശ്മീർ പ്രശ്നം എന്ന് പറയുന്നത് നേരിട്ട് പാകിസ്ഥാനുമായി മാത്രം ബന്ധപ്പെടുത്തി കാണുന്നത് ഒരു ഗ്രോസ് എററാണ്. അത് തെറ്റാണ്. അങ്ങനെയല്ല അത് കാണേണ്ടത്. കാശ്മീർ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ കൂടി ഉൾപ്പെട്ട ഒരു പ്രശ്നമാണ്. അല്ലാതെ പാകിസ്ഥാൻ അവിടെ നിന്നുണ്ടാക്കുന്ന ഒരു പ്രശ്നം മാത്രമാക്കി നമ്മൾ കാണരുത്. പാകിസ്ഥാൻ കാശ്മീർ പ്രശ്നത്തെ എല്ലാ കാലത്തും ഒരു ബ്ലീഡിംഗ് വൂണ്ടാക്കിയിട്ട്, ഇന്ത്യയുടെ ഒരു ബ്ലീഡിംഗ് വൂണ്ടാക്കി നിലനിർത്തുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ അത് ആ വൂണ്ടുണ്ടായത് പാകിസ്ഥാന്റെ ഇടപെടൽ കൊണ്ട് മാത്രമല്ല, അത് ഇന്ത്യ കാശ്മീർ ജനതയിലെയും കാശ്മീരിൽ സ്വീകരിക്കുന്ന നടപടികളിലെ ഇന്ത്യൻ ഭരണകൂടം സ്വീകരിക്കുന്ന നടപടികളെ വലിയ തോതിൽ ജനാധിപത്യവൽക്കരിക്കുകയും കാശ്മീർ പ്രശ്നത്തെ അത്തരമൊരു രീതിയിൽ തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തില്ലെങ്കിൽ പാകിസ്ഥാൻ ഇനി എത്ര ദുർബലമായ ശ്രീ പ്രമോദ് പുഴങ്കര, താങ്കൾ ആ പറഞ്ഞു വരുന്ന പോയിന്റ് മനസ്സിലായി. ഇതിന് മുൻപുള്ള കാലഘട്ടമാണെങ്കിൽ നമുക്ക് ആ പോയിന്റിന് കൂടുതൽ റെലവൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അതല്ല. ഇത്തവണ കാശ്മീർ ജനത തന്നെ ഈ ഭീകരർക്കെതിരെ പരസ്യ പ്രതിഷേധങ്ങൾ നടത്തുകയും ആ തരത്തിലുള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് പ്രാദേശികമായിട്ടുള്ള പിന്തുണ ഇതിനില്ല എന്ന് കാശ്മീർ തന്നെ ഒരു സന്ദേശം പുറത്തേക്ക് കൊടുത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഈ വിഷയമുണ്ടല്ലോ, ഇതിനകത്ത് ഉള്ള ഒരു മുറിവ് എന്നുള്ളതിനപ്പുറം
അതിനപ്പുറം അങ്ങനെയല്ല, ഞങ്ങൾ ഇപ്പോൾ ഇന്ത്യയ്ക്കൊപ്പമാണ്, ഇന്ത്യ എടുക്കുന്ന ആ തീരുമാനത്തിനൊപ്പമാണ് എന്നുള്ളൊരു സന്ദേശം കാശ്മീരിൽ നിന്ന് വരുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ ഇത് പാകിസ്ഥാൻ മാത്രം ഉണ്ടാക്കുന്ന ഒരു വിഷയമായി മാറില്ലേ? അല്ല, ഈ കാശ്മീരിൽ ഇപ്പൊ കാശ്മീരിൽ പല സമയത്തും അതിന്റെ ഫാക്ട് ഫൈൻഡിങ് ടീമുകളുടെ ഒക്കെ ആയിട്ട് പലതവണ എക്സ്റ്റൻസീവ്ലി യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. കാശ്മീർ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്കുമൊക്കെ അറിയുന്ന പോലെ കാശ്മീർ പ്രശ്നത്തിന്, കാശ്മീരിലെ ജനതയ്ക്ക് ഒരു കാലത്തും കാശ്മീർ ജനതയുടെ മഹാഭൂരിഭാഗവും ഭീകരവാദത്തിനൊന്നും ഒപ്പമല്ല. അത് പുറത്തേക്കുണ്ടാക്കുന്ന BJP-യുടെയും സംഘപരിവാറിന്റെയും ഒക്കെ ആളുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രചാരണത്തിന്റെ ഭാഗമായാണ് അത്തരത്തിലൊന്നും. കാശ്മീർ ജനതയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഭീകരവാദത്തിനൊപ്പം നിൽക്കലല്ല. തീർച്ചയായിട്ടും കാശ്മീരിൽ പല ധാരകളുണ്ട് കാശ്മീർ പ്രശ്നത്തിനെ. അവിടെയുള്ള കാശ്മീർ ജനതയുടെ ഭാഗമായിട്ട് ഒന്ന് കാശ്മീരിന്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ കാശ്മീരിലുണ്ട്. ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കാനല്ല, സ്വതന്ത്ര കാശ്മീരാണ് തങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് വലിയൊരു വിഭാഗമാണ്. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഓട്ടോണമസ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായിട്ട് നിലനിൽക്കാൻ കഴിയണം എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. മറ്റൊന്ന്, ഈ രണ്ട് വിഭാഗങ്ങളിലും സ്വാധീനമുണ്ടെങ്കിൽ പോലും വലിയൊരു തരത്തിൽ സ്വതന്ത്ര കാശ്മീർ അതിനൊരു മതപരമായ ഇസ്ലാമിക് പൊളിറ്റിക്സിനോട് വലിയ സ്വാധീനമുള്ള ഒരു വിഭാഗം കാശ്മീരിലുണ്ട്. ഇതിനപ്പുറത്തുള്ള ഒരു വിഭാഗമാണ് പാകിസ്ഥാനും ചേരണം എന്ന് പറയുന്ന ഒരു വിഭാഗം. ഒരു കാലത്തും കാശ്മീർ ജനതയുടെ ഭൂരിഭാഗം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനോട് ചേരണം എന്ന് പറയുകയോ പാകിസ്ഥാൻ അവിടെ നടത്തുന്ന ടെറർ അറ്റാക്കുകളെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന ഒരു വിഭാഗമല്ല. പക്ഷേ അതിനൊപ്പം തന്നെ വലിയ തോതിലുള്ള ഇന്ത്യൻ ഭരണകൂടം വലിയ തോതിലുള്ള അടിച്ചമർത്തലുകളും വലിയ തോതിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും കാശ്മീർ ജനതയുമായിട്ട് ഒരു പൊളിറ്റിക്കൽ ഡയലോഗിൽ ഏർപ്പെടുന്നതിന് പതിറ്റാണ്ടുകളായിട്ടുള്ള കാണിക്കുന്ന വിമുഖതയും അത് ഇപ്പൊ BJP സർക്കാരിന്റെ കാലത്തൊക്കെ അതിന്റെ എക്സ്ട്രീം ലെവലിലെത്തി. അതായത് ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമൊക്കെ ആയിട്ട് കാശ്മീർ ജനതയെയും കാശ്മീരിന്റെ ഒരു പൊളിറ്റിക്കൽ ഡയലോഗിനെയും ഏലിനേറ്റ് ചെയ്യുന്ന ഒരു ശ്രമവും അവിടെ വരികയാണ്. അപ്പോ കാശ്മീർ ജനത ഇപ്പോൾ പറയുന്ന സംഭവം എന്ന് പറയുന്നത് അവൻ എല്ലാ കാലത്തെയും എന്ന പോലെ തന്നെ ടെററിസത്തിനെതിരാണ്, ഭീകരവാദത്തിനെതിരാണ്. ഏതാണ്ട് 3.25 ലക്ഷം പേരാണ് കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ട് കാശ്മീരിൽ കൊല്ലപ്പെട്ടത്. ലോകത്തിൽ തന്നെ ഏറ്റവും മിലിറ്ററൈസ്ഡ് ആയിട്ടുള്ള സോണാണ്. അല്ല, അപ്പോഴും എനിക്ക് ശ്രീ പ്രമോദ് പുഴങ്ങര, അപ്പോഴും എനിക്ക് പാകിസ്ഥാൻ ഇത്ര പ്രൊവോക്കിംഗ് ആയിട്ടുള്ള നിലപാടെടുക്കുന്നതിന്റെ കാര്യമാണ്. അതായത് ഞങ്ങളല്ല ഇത് ചെയ്തതെന്ന് പറയുന്ന പാകിസ്ഥാൻ പിന്നെയും പിന്നെയും പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിന് ഇത് ന്യായീകരണമാകുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. അതെങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്നത് പാകിസ്ഥാനെ ന്യായീകരിക്കില്ല. അതൊരു സംഘപരിവാറിന്റെ എല്ലാ കാലത്തെയുമാണ്. ഒന്നുകിൽ ഞങ്ങൾക്കൊപ്പം ഹിന്ദുത്വ രാഷ്ട്രീയം, അതായത് ആഭ്യന്തര ശത്രു, ഇവിടുത്തെ മുസ്ലിങ്ങൾ ലോയൽറ്റി തെളിയിച്ചില്ലെങ്കിൽ അവർ പാകിസ്ഥാനൊപ്പമാണ്. നമ്മൾ പാകിസ്ഥാനെതിരെ യുദ്ധകാലം മുടക്കിയില്ലെങ്കിൽ പാകിസ്ഥാനൊപ്പമാണ്, ഇന്ത്യക്കൊപ്പമല്ല. ഇത്തരത്തിലുള്ള ഒരു ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ, അങ്ങനെ ഒരു ചർച്ചയുടെ എല്ലാം നമുക്ക് ഈ കാശ്മീർ പ്രശ്നത്തിൽ വേണ്ടത്. കാശ്മീർ പ്രശ്നം സങ്കീർണമാണെന്നേ. ആ സങ്കീർണമായ പ്രശ്നത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് കാശ്മീർ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന്റെ ഭാഗത്തേക്ക് നടക്കാൻ കഴിയുക. ഇത് പാകിസ്ഥാനെ ന്യായീകരിക്കാൻ പറയുന്ന പ്രശ്നം വരുന്നില്ല. പാകിസ്ഥാൻ എത്രയോ കാലമായി അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ചക്രമായി പ്രവർത്തിക്കുകയും യാതൊരു തരത്തിലുള്ള ആഭ്യന്തര ജനാധിപത്യവും ഇല്ലാതെ സൈന്യത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള യുദ്ധമാണെങ്കിൽ യുദ്ധം പോലും തങ്ങൾക്ക് അധികാരം നിലനിർത്തുന്നതിനുള്ള ഒരു പരിപാടിയായിട്ട് കണക്കാക്കുന്ന തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു ഭരണകൂടം നിലനിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഇസ്ലാമിക് പൊളിറ്റിക്സിന്റെ സ്വാധീനം വളരെ വലുതാണ്. ഇതൊക്കെ അവിടെയുണ്ട്. പക്ഷെ അതിനുള്ള മറുപടി എന്ന് അത് നമ്മൾ കാശ്മീരിനെ വെച്ച് പറയുമ്പോൾ ഇതിന്റെ പകർപ്പായിട്ട് ഇന്ത്യ മാറിക്കൂടായതുകൊണ്ട് ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ സംസാരിക്കുന്ന ഭാഷയിൽ ഇന്ത്യ സംസാരിക്കാത്തത് എന്നുള്ളത്, ഇന്ത്യയിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടും ഒരു സെക്യുലർ ഡെമോക്രസി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടുമാണ്. ആ സെക്യുലർ ഡെമോക്രസിയുടെ ശബ്ദത്തിന് പകരം ഒരു മഹാമന്ത്രിയുടെ രാഷ്ട്രീയ ശബ്ദത്തെ, യുദ്ധകാഹളത്തിന്റെ രാഷ്ട്രീയ ശബ്ദത്തെയും ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തെ, എന്താണോ പാകിസ്ഥാനിന്റെ മത തീവ്രവാദികളും ഭീകരവാദവും പാകിസ്ഥാനിൽ പറയുന്നത് അത് കണ്ണാടി പകർത്താവുകയല്ല ഇന്ത്യ വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് ഇന്ത്യയിലെ ഒരു ജനാധിപത്യ സംവിധാനം അനുവദിച്ചുകൂടാ എന്ന് തന്നെയാണ് പറയേണ്ടത്. കാശ്മീർ പ്രശ്നത്തിൽ ഇപ്പോൾ നോക്കൂ, ഇതിൽ ഇന്ത്യൻ ഭരണകൂടം അടക്കം ഉത്തരം പറയേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. നമ്മൾ വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ബോർഡറാണ് പാകിസ്ഥാനുമായിട്ട്. ഏതാണ്ട് 3000 കിലോമീറ്റർ വരുന്ന വളരെ നീളത്തിലുള്ള ഒരു ബോർഡറിൽ, പ്രത്യേകിച്ചും കാശ്മീരിനെ സംബന്ധിച്ച് വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ബോർഡറാണ്. നിങ്ങൾ എത്ര തന്നെ അതിൽ
കീപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും അതിന്റെ മലനിരകളും അതിന്റെ ടോപ്പോഗ്രഫിയും അതിന്റെ ജോഗ്രഫിക്കൽ പെക്യുലാരിറ്റീസും ഒക്കെ വെച്ച് അവിടെ നിന്നും ആളുകൾക്ക് ഇൻഫിൽട്രേഷൻ എന്നൊക്കെ പറയുന്നത് താരതമ്യേന പലപ്പോഴായിട്ട് നടത്താൻ കഴിയുന്നതാണ്. അതിനെ തടയുക എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ ഭരണകൂടം ഏറ്റവും മിലിറ്ററൈസ്ഡ് ആയിട്ടുള്ള ഒരു സോണാക്കി അവിടെ വെച്ചിരിക്കുന്നത്. എന്നിട്ടും അത് പലതും നടന്നില്ല. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ അവിടെ വരുന്നു എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിൽ അവർക്ക് സുരക്ഷ ഉണ്ടാക്കുന്നതിൽ ഇന്ത്യൻ ഭരണകൂടം പരാജയപ്പെട്ടു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ആഭ്യന്തരമായ ചോദ്യങ്ങളിൽ നിന്നും മറ്റേത് രാജ്യത്താണെങ്കിലും നിങ്ങൾ നോക്കൂ, ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ആധുനിക രാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണകൂടം പിറ്റേ ദിവസം ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ കൂടിയാണിത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? കാശ്മീർ പോലെ നിരന്തരമായ ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സ്ഥലത്ത്, കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അതിന് പകരം നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും പറയുകയും ഇത് പറയാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വന്നുകൂടാ. ഒപ്പം തന്നെ ഇതൊന്നും പാകിസ്ഥാനെ അനുകൂലിക്കുന്ന വിഷയമല്ല. ഇതിൽ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് കാശ്മീർ പ്രശ്നം പരിഹരിക്കാമെന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. അത് പാകിസ്ഥാനെ തോൽപ്പിക്കാമോ യുദ്ധത്തിൽ? ആക്ച്വലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും ഒരു മിലിറ്ററി കോൺഫ്ലിക്ട് ഉണ്ടായി കഴിഞ്ഞാൽ there will be no winners എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബിക്കോസ് ബോത്ത് ആർ ന്യൂ പവേഴ്സ്. അതുകൊണ്ട് തന്നെ ഒരു കൺവെൻഷണൽ വാർ ഇങ്ങനെ നിൽക്കും എന്നുള്ളത് പോലും വലിയ പ്രശ്നമാണ്. ഇതൊരു പ്രശ്നമാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊരു പ്രശ്നമാണ്. ഞാൻ തിരികെ എത്താം ശ്രീ പ്രമോദ് മുഴങ്ങര. ശ്രീ